പെൺകാല കഥകൾ ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച 31 കഥകളുടെ സമാഹാരമാണ്. PN ശ്രീകുമാറും VK കാർത്തിയും ചേർന്നാണ് ഇതിലെ കഥകൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീ അനുഭവങ്ങളെ എങ്ങനെയാണ് സാഹിത്യം അവതരിപ്പിക്കുന്നത് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ കോർ കണ്ടൻറ്റ് എന്ന് പറയാം. സാധാരണ നമ്മുടെ സമൂഹത്തിലെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ കഥകളിൽ പ്രകടമാണ്. സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സാമ്പ്രദായികമായ വിഭജനമാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. മെയിൽ, ഫീമെയിൽ, ഒതേഴ്സ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ കോളം പോലും നമുക്കുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയായിട്ട് ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ എഡിറ്റേഴ്സ് റിവേഴ്സ് ഓർഡറിൽ ഇട്ടു എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡർ, സ്ത്രീ, പുരുഷൻ എന്ന ക്രമത്തിലാണ് ഇതിലെ കഥകളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമാഹാരത്തിലെ ആദ്യ കഥയായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമൊക്കെയായ വിജയരാജ മല്ലികയുടെ നടുക്കണ്ണാടി എന്ന് പറയുന്ന കഥയാണ്. ഒരു ട്രാൻസ്ജെൻഡർ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ അവതരിപ്പിക്കുന്നത്, അവരുടെ കണ്ണുകളിലൂടെ അവർ കാണുന്ന കാഴ്ചകൾ എന്താണ്, അനുഭവങ്ങൾ എന്താണ്, ഒരു ട്രാൻസ് വുമണിന് എന്താണ് പറയുവാനുള്ളത് എന്നതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഈ കഥ നടുക്കണ്ണാടി എന്ന് പറയുന്ന കഥ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരികൾക്കൊപ്പം പുതുതലമുറയിൽപ്പെട്ട എഴുത്തുകാരികളും അടങ്ങുന്ന കഥകളാണ് പുസ്തകത്തിലുള്ളത്. അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പുരുഷ എഴുത്തുകാരാണുള്ളത്. അങ്ങനെ ഒരു വിഭജനം വെച്ചിട്ടല്ല, പക്ഷേ വ്യത്യസ്തങ്ങളായ തലമുറകളിൽപ്പെട്ട വ്യത്യസ്ത കാലങ്ങളിൽ എഴുതപ്പെട്ട മികവുറ്റ 31 കഥകളാണ് ഈ സമാഹാരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നടുക്കണ്ണാടിക്ക് ശേഷം തുടർന്ന് വരുന്ന ഒരു കഥയെന്ന് പറയുന്നത് ജിസ ജോസിൻ്റെ ലൈംഗികതയെപ്പറ്റി ഒരു സംവാദം എന്ന് പറയുന്ന കഥയാണ്. ആ കഥയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. സ്ത്രീകൾ എങ്ങനെയാണ് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നുള്ള ഒരു വിമർശനാത്മകമായ അല്ലെങ്കിൽ പരിഹാസ രൂപേണയുള്ള ഒരു മികച്ച രചനയാണ് ജിസ ജോസിൻ്റെ ലൈംഗികതയെപ്പറ്റി ഒരു സംവാദം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കണ്ടെത്തുന്ന ഒരു കഥ എന്ന് പറയുന്നത് CS ചന്ദ്രികയുടെ പുള്ളിമരം എന്ന് പറയുന്ന ഒരു കഥയാണ്. 2 സ്ത്രീകൾ തമ്മിലുള്ള, 2 കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അതോടൊപ്പം തന്നെ അയൽക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒരു സ്ത്രീയിൽ വളരുന്ന ആശങ്ക, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുള്ളിമരം മുറിച്ച് മാറ്റേണ്ടി വരുന്നു, അപ്പോൾ അവരുടെ ജീവിതം എന്താകും എന്നുള്ള ആശങ്കകളും ടെൻഷനുകളും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ആ പുള്ളിമരം എന്ന് പറയുന്ന കഥ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് അങ്കമാലി മാങ്ങാക്കറിയും അപ്പവും വീഞ്ഞും എന്ന് പറയുന്ന രേഖയുടെ കഥയാണ്. കരിയർ ഓറിയൻറ്റഡായ ഒരു സ്ത്രീ എങ്ങനെയാണ് തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീ എങ്ങനെയാണ് മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നത്, പുറമേ സ്നേഹം ഭാവിക്കുമ്പോഴും ഉള്ളിൽ എങ്ങനെയാണ് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ കിഴിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള അതിസൂക്ഷ്മമായ ഒരാഖ്യാനമാണ് ആ കഥയിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന കഥ ശവം നാറി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഷിനിലാലിൻ്റെ ശവക്കോട്ടയിൽ അല്ലെങ്കിൽ ചുടലയിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീ, സെക്സ് വർക്കറായി മാറുന്ന ഒരു സ്ത്രീ, അവർ ഫേസ് ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ, അതെങ്ങനെയാണ് ആണനുഭവങ്ങളെ പിളർത്തുന്നത് എന്നതിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് ശവം നാറി എന്ന് പറയുന്ന കഥയിലുള്ളത്. പിന്നീട് കാണുന്ന വിനു അബ്രഹാമിൻ്റെ നിലാവിൻ്റെ നഖങ്ങൾ എന്ന് പറഞ്ഞ ഒരു കഥ. ദാമ്പത്യബന്ധത്തിൽ സ്ത്രീ സുരക്ഷിതയാണ് എന്ന് പറയുമ്പോൾ പോലും അവളുടെ ചിന്തകൾക്ക് അതിരുകളും പരിധികളും നിശ്ചയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് സ്ത്രീ ഈ അതിരുകളും പരിധികളും മറികടക്കുന്നത് എന്നുള്ള രസകരമായ ഒരാഖ്യാനമാണ് നിലാവിൻ്റെ നഖങ്ങളിലുള്ളത്. പിന്നീട് നമ്മൾ കണ്ടെത്തുന്ന ഒരു കഥ എന്ന് പറയുന്നത് GR ഇന്ദുഗോപൻ്റെ ചെടി എന്ന് പറയുന്ന കഥയാണ്. ഒരുപക്ഷെ പാരിസ്ഥിതിക സ്ത്രീവാദം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ആഡ് ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ആ കഥയുടെ ഒരു കുറ്റാന്വേഷണ പരിസരത്തിൽ ഊന്നിയുള്ള കഥയാണ്. പക്ഷേ ആ കഥ നമ്മൾ ഏറ്റവും ആകർഷകമാക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഡയലോഗാണ്. എന്തെങ്കിലുമൊക്കെ അറിവുകൾ പകർന്നു വയ്ക്കാതെ ഒരാളും കടന്നു പോകുന്നില്ല. അത് വളരെ എത്രയോ ഒരു മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ തന്നെ ധ്വനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രാജ്കുമാർ സാറിൻ്റെ ലോലിനി എന്ന് പറഞ്ഞ കഥയുണ്ട്. ശ്രീകണ്ഠൻ കരിക്കകത്തിൻ്റെ കുണ്ടോൺകടവ് പാലമുണ്ട്. സുരേഷ് കുമാറിൻ്റെ WHF ൻ്റെ, ഇതൊക്കെയും വ്യത്യസ്തമായ കാലദേശാനുഭവങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അനുഭൂതികളെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന അവസ്ഥകളെ നമ്മുടെ സാഹിത്യം വ്യത്യസ്ത കാലങ്ങളിൽ പ്രതിനിധീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്.
അതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. കേവലം സാഹിത്യരൂപം എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതിനിധാനങ്ങൾ കൂടിയാണ്. ആ ഒരു നിലയിൽ വളരെ പൊളിറ്റിക്കലായി സ്ത്രീ ജീവിതങ്ങളെ ആവിഷ്കരിക്കുവാൻ ഇതിലെ കഥകൾക്ക് കഴിയുന്നുണ്ട്. ആ കഥകൾ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. നമ്മൾ കണ്ടറിഞ്ഞ, നമ്മൾ കേട്ടറിഞ്ഞ ജീവിതങ്ങൾക്കപ്പുറത്തും സ്ത്രീകൾക്ക് അനുഭവങ്ങളുണ്ട് എന്നുള്ള സൂചനകളിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിനും തനിച്ച് നിലനിൽക്കാനാവില്ല. അതിന് വായനക്കാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ പിന്തുണ ആവശ്യമാണ്. രാജകുമാർ സാറിനെ പോലുള്ളവർക്കറിയാം, ഒരു വർഷം 2000 മുതൽ 2500-ലധികം പുസ്തകങ്ങളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വിജയത്തിനും നമ്മുടെ ഇതിലുള്ള എഴുത്തുകാരുടെയും ഇതിൻ്റെ പങ്കാളികളായ എഡിറ്റേഴ്സിൻ്റെയും ബാക്കി ഈ ശ്രീകുമാർ സാറിൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണകൾ അനിവാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ജെൻഡർ പൊളിറ്റിക്സിനെ പറ്റി, ക്യൂർ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ നിരന്തരം സംസാരിക്കുന്നവരാണ്. ആ ഒരു നിലയിൽ വിജയരാജ മല്ലികയെ പോലൊരു വ്യക്തിയെ ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്.